പറ്റി? എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. എങ്ങനെ ആലോചിക്കാതിരിക്കും? കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. ചെലവുകളാണെങ്കിൽ കുന്നോളം ഉണ്ട്. അതിനൊക്കെ പണം തന്നെയല്ലേ വേണ്ടത്. പണത്തിനിപ്പ എന്ത് ചെയ്യും? അതാ ഞാൻ ഈ തല പുകഞ്ഞിരുന്ന് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടായിരുന്നോ? ഇവളുടെ കല്യാണം നടത്താനുള്ള പണത്തിന് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാടാ? കല്യാണ ചെലവുകൾ നടത്താതിരിക്കാൻ പറ്റോ? അമ്മ എന്നെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത്. നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട. അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട കുറച്ച് പണം ഞാൻ തരാം. തൽക്കാലം ഒരാശ്വാസം ആവുമല്ലോ. അല്ല, അച്ഛൻ എവിടുന്ന പണം? എനിക്ക് എവിടുന്നാ പണമെന്നാവും നിന്റെ ചിന്ത. ഇതെന്റെ പെൻഷൻ കാശാ. അന്ന് വാങ്ങിയ പെൻഷന്റെ ബാക്കി കുറച്ച് തുക ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടല്ലോ. തൽക്കാലത്തേക്ക് അതെടുക്കാം. ഇങ്ങനൊരു സമ്പാദ്യം ബാങ്കിലുള്ള വിവരം അച്ഛനെന്താ ഇതുവരെ ഞങ്ങളോട് പറയാതിരുന്നേ? പണം എങ്ങനെ നശിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്നവളാ നീ. നിന്നോട് ഞാൻ ഈ കാശിന്റെ കാര്യം എങ്ങനെ പറയും? പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ ആ പണം വാങ്ങി തുരച്ചേനെ. ഈ പണം ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി അല്ല മാറ്റിവെച്ചത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്താവശ്യമുള്ളത്? കുറച്ചേ ഉള്ളെങ്കിലും എന്റെ കൊച്ചുമക്കളുടെ കല്യാണ ആവശ്യത്തിന് തന്നെ മാറ്റിവെച്ചതാ. എന്നാൽ കഴിയുന്നൊരു താങ്ങ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഗോപികയുടെ കല്യാണത്തിന് അച്ഛൻ എടുക്കാതിരുന്നത്? അന്ന് നടക്കാൻ പോയത് ഗോപികയുടെ കല്യാണമല്ലല്ലോ, അഞ്ജിതയുടെ കല്യാണമല്ലേ.